നമസ്കാരം. രാജ്യതലസ്ഥാനത്ത് ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും രാത്രിയിൽ കനത്ത മഴയും ഇടിമിന്നലും ശക്തമായ കാറ്റും അനുഭവപ്പെട്ടതിനാൽ തെരുവുകളും പ്രധാന റോഡുകളും ഉൾപ്പെടെ വെള്ളത്തിനടിയിലായ സാഹചര്യമാണ്. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണതോടെ റോഡ് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മോശം കാലാവസ്ഥയെ തുടർന്ന് വിമാന സർവീസുകളെ സാരമായി ബാധിച്ചു. മോത്തിബാഗ്, മിന്റോ റോഡ്, ഡൽഹി കണ്ടോൺമെന്റ്, ദീൻദയാൽ ഉപാധ്യായ മാർഗ് എന്നിവിടങ്ങളിൽ കനത്ത വെള്ളക്കെട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ മേഖലകളിൽ ഇതോടെ യാത്രയും ബുദ്ധിമുട്ടിലായി. റോഡുകളിലും അതോടൊപ്പം തന്നെ ഇടവഴികളിലും തെരുവുകളിലും ഒക്കെ വെള്ളം കയറിയതോടെ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. ഗതാഗത സംവിധാനങ്ങൾ താറുമാറാകുകയും ചെയ്തു. രാത്രി 11:30 മണിക്കും പുലർച്ചെ 5:30ക്കും ഇടയിൽ 6 മണിക്കൂറിൽ 82 കിലോമീറ്റർ വേഗതയിൽ കാറ്റും 81.2 മില്ലിമീറ്റർ മഴയും ലഭിച്ചതായി നഗരത്തിലെ പ്രധാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെയാണ് വിവിധ മേഖലകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായതും മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തത്. മോശം കാലാവസ്ഥയും മഴയും കാറ്റും ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിച്ചു. ഡൽഹിയിലെ പ്രതികൂല കാലാവസ്ഥ വിമാന പ്രവർത്തനങ്ങളിൽ താത്കാലിക തടസ്സങ്ങൾ സൃഷ്ടിച്ചതായി ഇൻഡിഗോ പുലർച്ചെ അറിയിച്ചിട്ടുണ്ട്. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രവർത്തനം സാധാരണഗതിയിലായത്. ലഭ്യമായ റിപ്പോർട്ട് അനുസരിച്ച് രാവിലെ 7:30 വരെയുള്ള കണക്കനുസരിച്ച് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാനങ്ങൾ ശരാശരി 46 മിനിറ്റ് വൈകിയാണ് പുറപ്പെട്ടത്. താപനില 22 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഉത്തരാഖണ്ഡ്, ഹരിയാന എന്നിവിടങ്ങളിലും കനത്ത മഴ പെയ്തത് വലിയ വെല്ലുവിളികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനിടെ ഗാന്ധിയാബാദിൽ അക്കൂർവഹാറിലെ ACP ഓഫീസിന്റെ മേൽക്കൂര തകർന്നു വീണ് പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. 58 വയസ്സുകാരനായ വീരേന്ദ്ര മിശ്രയാണ് മരിച്ചത്. ഇടിമിന്നൽ ഉള്ളതിനാൽ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുതെന്നും ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ മെയ് 25-ന് ആകാശം ഭാഗികമായി മേഘാവൃതയായിരിക്കുമെന്നും നേരിയോ അതോടൊപ്പം വലിയ രീതിയിലുള്ള മഴയ്ക്കും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഡൽഹിക്ക് പുറമെ മഹാരാഷ്ട്രയിലും കനത്ത മഴ തുടരുകയാണ്. രത്നഗിരിക്കും ദാപോളിക്കും ഇടയിൽ ന്യൂനമർദ്ദനം കടന്നു പോകുന്നതിനാൽ മഹാരാഷ്ട്രയിലെ രത്നഗിരി, സിന്ധുദുർഗ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മേഖലയിൽ കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യത ഉണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ഇതിനു പുറമെ പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ സതാര, കോലാപൂർ എന്നിവിടങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റായ്ഗഡ് ഓറഞ്ച് അലർട്ട് വിഭാഗത്തിൽ പെടുന്നുണ്ടെങ്കിലും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ഔദ്യോഗിക മുന്നറിയിപ്പുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. സ്ഥിതിഗതികൾ അധികൃതർ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.